അങ്ങനെ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ പിന്നെ നമ്മൾ ബാഗുകൾ, ചെറിയ ബാഗ് ഏത്, വലിയ ഹാൻഡ് ബാഗ് ഏത്, ലഗേജ് ബാഗ് ഏത്, ഇത് രണ്ടും വേർതിരിച്ചറിയണം. ഈ ലഗേജ് ബാഗിൽ എന്ത് വെക്കാൻ പാടില്ല, വലിയ ബാഗിൽ എന്ത് വെക്കാൻ പാടില്ല, കത്തി, അതുപോലെ തന്നെ ബ്ലേഡ്, അതുപോലെ ഷേവിങ് സെറ്റ്, കത്രിക, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എവിടെ വെക്കാൻ പാടില്ല, ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. എവിടെ വെക്കാൻ പാടില്ല, കൈ പിടിക്കണ ഇതിൽ വെക്കാൻ പാടില്ല, കൈ പിടിക്കുന്നിടത്ത് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ചിലരും യാത്ര ചെയ്ത് പരിചയമില്ലാത്തവരുണ്ടാവും. അപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ വലിയ 30 കിലോൻ്റെ ബാഗ് അല്ലെങ്കിൽ 25 കിലോൻ്റെ ബാഗ് അതുപോലെ അവിടെ കയറ്റിയിടും. ആ കത്തി സാധനം, അച്ചാറ് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതിലിടുക, വലിയ ബാഗിലിടുക. ചെറിയ ബാഗിൽ ഏതിടരുത്, കത്തി, കത്രിക, ബ്ലേഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത്, ചെറിയ ബാഗിൽ ഇടരുത്. കാരണം അത് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെന്നാൽ അതുപോലെ മെഷീനിലിട്ട് കണ്ട് ആ സാധനമൊക്കെ ഒരു പുറത്തേക്ക് എടുത്തിടും. നമുക്കോട്ട് കിട്ടൂല, ഓലോട്ട് എടുക്കൂല, ഓല അതെന്ത് ചെയ്യും, കച്ചറിക്ക് തട്ടും. അതുകൊണ്ട് നമ്മളെ കൈ പിടിക്കുന്ന ഹാൻഡ് ബാഗിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വലിച്ച് പുറത്തേക്ക് ഇടുന്ന കത്തി, ബ്ലേഡ് പോലെയുള്ള സാധനസാമഗ്രികളൊന്നും വെക്കരുത്. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതൊക്കെ വലിയ ബാഗിൽ വെക്കുക, അതിന് കുഴപ്പമില്ല. അള്ളാഹു സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പിന്നെ മരുന്നുകൾ നിങ്ങൾ ബാഗിൽ വെക്കുമ്പോൾ മരുന്നിൻ്റെ ഡോക്ടറുടെ അനുവാദ പത്രം, പേപ്പറും കൂടി കയ്യിൽ വേണം. മരുന്ന് കൊണ്ടാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് ഡോക്ടറെ കത്തുണ്ടെങ്കിൽ പിന്നെ ഓല് തീരെ എന്ത് ചെയ്യൂല, പ്രശ്നമാക്കൂല, നേരാണ്ട് പോകാൻ പറയും. അപ്പോൾ ഡോക്ടർമാരുടെ കൊണ്ടുപോയി 1 മാസത്തെ അല്ലെങ്കിൽ ഒരു 40 ദിവസത്തെ മരുന്ന്, നമ്മളെ പനിക്ക്, ജലദോഷത്തിന്, കഫക്കെട്ടിന് സ്ഥിരം കുടിക്കുന്ന മരുന്നുകൾ, അതൊക്കെ നമ്മൾ റെഡിയാക്കി ഈ ഒരാഴ്ചക്കുള്ളിൽ റെഡിയാക്കി വെച്ച് ഡോക്ടറുടെ പേപ്പറടക്കം വെച്ച് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ചക്ക് കുടിക്കാനുള്ളത് വേണമെങ്കിൽ ഹാൻഡ് ബാഗിൽ വെക്കുക. നമുക്ക് പോകുമ്പോൾ കുടിക്കേണ്ടി വരുമല്ലോ. ഒരാഴ്ചക്ക് കുടിക്കാനുള്ളത് എവിടെ വെക്കുക, ചെറിയ ഹാൻഡ് ബാഗിൽ വെക്കുക. ബാക്കിയുള്ളത് വലിയ ബാഗിൽ വെക്കുക. ഇനി മുഴുവനും ചെറിയ ബാഗിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ പേപ്പർ ഉണ്ടോ നോക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അതിലിങ്ങനെ കൊണ്ടുവരാൻ പാടില്ലാത്ത വല്ല പൊടിയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ മോനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് പൊടിയൊന്നും തന്നാൽ വാങ്ങരുത് കേട്ടോ. അത് പ്രത്യേകിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ വരുമോ, റൂമിൽ വന്നോളൂ, നിങ്ങൾ ഓനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകാണ്ട് വല്ല പൊടിയോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ തന്നാൽ, ഞാൻ പരിചയമില്ലാത്ത ആളാണ് കുട്ടിയെ, എൻ്റെ അടുത്ത് തന്നാൽ തരണ്ട, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലാതെ അതിൽ മറ്റേതുണ്ടാവുമോ എന്നൊന്നും പോലോട് പറയണ്ട, അത് ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമുക്ക് വലിയ മല്ലായി മാറും, വലിയ ഭാരമായി മാറും. അതൊന്നും നമുക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയില്ല. നമ്മളിത് വലിച്ചും വേണ്ടി വരും. നമ്മളെ സാധനങ്ങൾ മാത്രം കയ്യിൽ വെച്ചാൽ മതി. ഇതാണ് പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്നത്.